എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് തലശ്ശേരിയിലേക്കാണ്. ഈ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലം പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് പൊളിയായിരിക്കും. പൊളി. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ ചെട്ടിയാരത്ത്. നമ്മൾ ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു യാത്ര പോകണമെന്നുള്ളത്. അപ്പോൾ യാത്ര എങ്ങോട്ടാണ് എങ്ങനെയാണോ എന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. നമ്മളിങ്ങനെ പോകും. അപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത ഒരനുഭൂതിയായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലകളിലും നിങ്ങൾ കാണാൻ പോകുന്നത്. കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ, നമുക്കറിയാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കും അറിയാത്തതും നിങ്ങൾക്കറിയാത്തതും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ലാത്തതും ആയ ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലും പുറത്തൊന്നും വേണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ എല്ലാ സ്ഥലങ്ങളും മാക്സിമം പരിചയപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്യമം. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളതിന് മുകളിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറിൻ്റെ വിജയേട്ടൻ്റെ നാട്ടിലൂടെയാണ്. അപ്പോൾ നമ്മുടെ പിണറായി പുഴയോര പാർക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പുഴയോര പാർക്ക്. ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ്. പക്ഷെ ഇപ്പോൾ കൊറോണ കാരണം അങ്ങനെ അത്രമാത്രം പബ്ലിക് ഫാമിലി ആരും വരുന്നില്ല ഇപ്പോൾ. അപ്പോൾ എങ്ങനെയാണെങ്കിലും വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് മുരു എന്ന് കണ്ടില്ലേ, ഏകദേശം കല്ലുമ്മക്കായ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത്? പുഴയിൽ മുങ്ങിയെടുക്കണം. ചളിയിൽ പൊതിഞ്ഞിരിക്കും അല്ലേ ഈ സാധനം? ഓക്കെ, ചളിയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ 2 സുഹൃത്തുക്കൾ മുങ്ങിയെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ പേരെന്താ? റാഷിദ്. നിങ്ങളുടെ പേരെന്താ? കണ്ണനും റാഷിദും കൂടി അതിവിദഗ്ധമായിട്ട് മുങ്ങിയെടുക്കുകയാണിത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലാണ് നിങ്ങൾ ചളിയിൽ ഈ ഒരു ഭാഗത്തു നിന്നല്ലേ? ഓക്കെ. വളരെ സംഭവം ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അല്ലേ? ഓക്കെ, കല്ലുമ്മക്കായ ടേസ്റ്റ് ആണ്. ബിരിയാണി വെക്കാം. അപ്പോൾ അതിൻ്റെ നിങ്ങൾ കുറച്ച് ഇറച്ചി ഒന്ന് കാണിച്ചിട്ട് ഒരു 3 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കാം, കറി വെക്കാം, വരട്ടാം, പൊരിക്കാം. ഓക്കെ, താങ്ക് യു. ഭയങ്കര അമേസിങ് ആയിട്ടുള്ള സ്ഥലം ഇത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. എല്ലാവരും കണ്ണൂർ ജില്ലയിലുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്ന് കേരളത്തിൽ നിന്ന് വരുന്ന കണ്ണൂർ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. നിങ്ങൾക്ക് കണ്ട ഒരു ഭയങ്കര ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഈ വെള്ളം ഇങ്ങനെ കിടക്കാൻ എപ്പോഴും ഉണ്ടാവും. ഇത് മഴക്കാലമായത് മാത്രമല്ല കേട്ടോ, എല്ലാ സമയത്തും ഇതേപോലെ വെള്ളം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ കാണുന്ന ഈ സ്ഥലത്ത് ചെമ്മീൻ വളർത്തലാണ് മെയിനായിട്ടുള്ളൊരു പരിപാടി ഇവിടെ. വാ അപ്പോൾ കണ്ട നമ്മളെ റാഷിദ് നമ്മുടെ സാധനമായിട്ട്, ഇതിൻ്റെ പേരെന്തെങ്കിലും പറഞ്ഞാൽ എക്സാക്ട്ലി മുരുവുമായിട്ട് റാഷിദ് പൊങ്ങി വരികയാണ്. ഇതാണ് മുരു. ഇതിങ്ങനെയാണ് പൊങ്ങിയെടുക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സാധനം കൊണ്ടുവരുന്നത്. ഓക്കെ,
യെസ്, അപ്പോൾ നമ്മൾ പുഴയോര പാർക്ക് കണ്ടു കഴിഞ്ഞു. പുഴയോര പാർക്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. ഇതല്ലേ നമ്മളിങ്ങനെ പോകുന്നല്ലേ, എല്ലാവരും കാണാൻ അതായത് ഒരു ഹെലികോപ്റ്ററിൽ പോകുന്ന ഫീലാണ് ഇതിലുണ്ടാവും. ഈ കാണുന്നവർക്ക് ഹെലികോപ്റ്ററിൽ പോകുന്ന ഫീൽ. സീറ്റ് ബെൽറ്റ് ഇടാം അല്ലേ? സീറ്റ് ബെൽറ്റ് ഇടണം, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണം. നമുക്ക് ഈ കണ്ണൂർ ജില്ലക്കാരെക്കോളം കൂടുതൽ മറ്റു ജില്ലക്കാർ എത്രത്തോളം ഈ കടൽപ്പാലൊക്കെ കണ്ടിട്ടു എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ കടൽപ്പാലം കാണിച്ചു തരാം കേട്ടോ. ഇത് മീന് എക്സ്പോർട്ടാ? മീന് കയറ്റിയാക്കുന്നേ ഇവിടത്തേക്ക് വരുന്നതാണല്ലേ? അപ്പോൾ പുറത്തേക്ക് മീൻ വരുന്നില്ല. നമുക്ക് ആവശ്യത്തിലുള്ള മീനിനെ പുറത്തുനിന്ന് കൊണ്ടുവരണം. അതെ. ഇപ്പോൾ നമ്മളിപ്പോ ഈ കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കല്ലാച്ചി, ഇരിട്ടി ഭാഗങ്ങളിലേക്ക് ഇവിടുന്നാണ് മീൻ കയറ്റിട്ട് പോകുന്നത്. കണ്ണൂർ നമ്മളിപ്പോ പിന്നെ അവിടെ ഇരിട്ടി, വയനാട്, കല്ലാച്ചി, കക്കട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മീന് കൊണ്ടുപോകുന്നത് തലശ്ശേരി നിന്നല്ലേ? അപ്പോൾ നമ്മള് പിന്നെ ഓപ്പൺ ആയാൽ ഈ സംഭവങ്ങളൊക്കെ ഓപ്പൺ ആകുമ്പോൾ മീൻ ഇവിടെയാണ് മെയിനായിട്ട് ഉണ്ടാകുക. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് കിട്ടുന്ന മീനെന്താ തലശ്ശേരിയിൽ? കാര്യമായിട്ട് കിട്ടുന്നത് മത്തിയായില്ല. ഇതാണ് നമ്മളെ കണ്ണൂരിലെ ഒരു മെയിൻ മീൻ. നമ്മൾ കാണുന്നതാണ് നമ്മുടെ പിന്നെ കടൽപ്പാലം, ഇരുമ്പ് പാലം. ഏതായാലും മാസ്ക് ഊരിയാൽ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് സൗണ്ടും കാര്യങ്ങളും നമ്മുടെ പിക്ചർ ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള ഒരു പോക്കിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ കുറേ മീൻ എക്സ്പോർട്ടും ഇമ്പോർട്ടും രണ്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് നിന്നു. അപ്പോൾ അത് കുറച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കടൽപ്പാലം കാണാം. അപ്പോൾ നമ്മൾ കടൽപ്പാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി അവർ വഴിയൊക്കെ ഒരു അടച്ച് കൺജസ്റ്റഡാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഡേഞ്ചറാണ്. ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും വരാൻ പറ്റില്ല. കുറച്ച് പഴയ പാലമായതുകൊണ്ട് അത്ര സേഫ് അല്ല. നമ്മൾ അസീസ്ക വലയിടുകയാണ്. അപ്പോൾ അസീസ്ക കുറേ മീൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വലിയൊരു സ്രാവ് ഇതിൽ പിടിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അസീസ്ക ഒന്നുകൂടി ഇടുന്നു. അപ്പോൾ നമ്മൾ കടൽപ്പാലം കണ്ടു കഴിഞ്ഞു. അപ്പോൾ കടൽപ്പാലും അതിൻ്റെ ചുറ്റുമുള്ള ഏരിയാസും നമ്മൾ ഡ്രോൺ വെച്ചിട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു. അപ്പം ഭക്ഷണം അടിപൊളിയായിരുന്നു. ചോറും ചെമ്പല്ലി പൊരിച്ചാണ് നമ്മൾ കഴിച്ചത്. അപ്പം നമുക്കിനി തലശ്ശേരി കോട്ട കാണാം. അപ്പോൾ നമ്മൾ തലശ്ശേരി കോട്ടയിലെത്തി. അപ്പോൾ ഇവിടെ കയറുന്നതിന് നമുക്ക് മാസ്ക് വെക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിലോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്പർ എഴുതി വെക്കണം. നമ്പർ എഴുതി വെക്കുക, ഒന്ന് ഉപയോഗിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വരിക. ഇത് വളരെ പുരാതനമായ ഒരു കോട്ടയാണ്.
കോട്ട ഇപ്പം കണ്ടു കഴിഞ്ഞു. തലശ്ശേരി കോട്ടയിലാണുള്ളത്. കോട്ടയുടെ ഏകദേശം ഉൾഭാഗങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പഴയൊരു കോട്ടയിൽ നിന്ന് നമുക്ക് എന്താണോ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അത്രത്തോളം നമ്മൾ ഇതിൻ്റെ മാക്സിമം കാണിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ധർമ്മടം തുരുത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ധർമ്മടം തുരുത്ത് എത്താറായി. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ധർമ്മടം തുരുത്തിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ? നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മടം ബീച്ചിലാണ്. അപ്പോൾ ധർമ്മടം തുരുത്തിലും കൂടി ഒന്ന് പോകാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇങ്ങോട്ട് വന്നത്. ആ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. അപ്പം കടൽ വെള്ളം ഇത്രയും എന്താ പറയുക പ്രക്ഷോഭമായ രീതിയിലുള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. നോർമൽ ആണെങ്കിൽ അങ്ങോട്ടേക്ക് കാൽനടയായിട്ട് പോകാമായിരുന്നു. ഇതിൻ്റെ സെൻട്രലായിട്ടൊരു കപ്പൽ നിർത്തിയിരിപ്പുണ്ട്. അത് പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഐക്കൽ ഫെറിയിൽ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ ഫ്ലഡിൽ കയറ് അതിൻ്റെ വടം ചങ്ങലയോ എന്തോ പൊട്ടി അത് ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് ഒലിച്ച് വന്ന് അവിടെ സ്റ്റക്കായിരിക്കുകയാണ്. അപ്പം മൊത്തത്തിലുള്ള ഒരു ധർമ്മടം ബീച്ച് നമുക്ക് ഹെലി ക്യാമിലൂടെ കാണാം. അപ്പോൾ നമ്മൾ തലശ്ശേരിയിലുള്ള ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വേറൊരു സ്ഥലത്തിലൂടെ വേറൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. പൂർണ്ണമായും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്